ഞങ്ങൾ രണ്ടാളും കൂടി എന്നോട് വരാൻ പറഞ്ഞത് നമ്മളാ മുതല് ആ പാർട്ടിക്കാണ് കച്ചവടം ചെയ്തിട്ടുണ്ട് കൊടുക്കുക. എന്നിട്ട് ആ കായ് നമ്മൾ 4 ആളും കൂടി കണ്ട് എടുക്കുക. അവിടെ ഇവിടെ കിടക്കുക തള്ളാർക്കൊന്നും പോയി കൊടുക്കാൻ പറ്റൂല. കാക്ക നമ്മളെ ഉമ്മാക്കും പാപ്പാക്കും നമ്മൾ 4 മക്കളുള്ളൂ. അങ്ങനാണ് വിചാരിച്ചാല് മറ്റുള്ളതൊന്നും ഇപ്പൊ നമ്മക്ക് അറിയാത്ത കാര്യമാണ്. അതിന്റെ അടിയിൽ കൂടി ബക്കരജ് എത്തപ്പോ ഈ പറഞ്ഞത് തള്ളേ ഞമ്മളെ വാപ്പാന്റെ മോളാണത്. ഞമ്മളൊക്കെ മൂത്തതാണ്. താത്താന്ന് വിളിച്ചണം. ഇജ്ജ് താത്തയും വിളിച്ച് നടന്നോ? എനിക്ക് ബുദ്ധിയൊന്നുമില്ല. ആ തള്ളക്ക് കൊടുക്കുകയാണെങ്കിൽ എത്ര ലക്ഷം ഉറുപ്പ്യാന് മുതൽ കൊടുക്കേണ്ടി വരും. പിന്നെ അതുമല്ല കാക്ക, ഞങ്ങൾ ആ പാർട്ടിന്റെ അടുത്ത് അഡ്വാൻസ് കുറച്ച് വാങ്ങുകയും ചെയ്തേക്കുന്നു. ഇനി ആ കച്ചവടം ഒജ്ജാനൊന്നും പറ്റില്ല. മാത്രമല്ല ആ കായിനെ കുറച്ച് ഞങ്ങൾ പറ്റുകയും ചെയ്തു. എസ് വർത്താനം എഴുതിനെ ജി പറയേണ്ടത്. 4 ദിവസം മുന്നല്ലേ നിങ്ങൾ പറഞ്ഞേ ഞങ്ങൾ ഓലത്തുനിന്ന് പൈസ ഒന്നും വാങ്ങിയിട്ടില്ലാന്ന്. വാക്ക് പറഞ്ഞിട്ടുള്ളൂന്ന്. ഇപ്പൊ എന്ത് വർത്താനം ഇപ്പൊ ഈ വർത്താനം? ഇജ്ജ് ഈറടിച്ച് നീച്ചൊന്നും വേണ്ട. ഞങ്ങൾ അഡ്വാൻസ് കുറച്ച് വാങ്ങിക്കണം. അതതിന്റെ അവസരം വരുമ്പോ എന്നോട് പറയാച്ചിട്ടേന്നു. ഇജ്ജൊരു കാര്യം ചെയ്തേ, ഞങ്ങളെ 2 ആളെ ഓരിന്ന് ഒരു 50 ലക്ഷം ഉറുപ്പ്യ തരാം. ഇജ്ജത് ആഴ്ച മൂന്നോടും ബാക്കിയുള്ളവരോട് പറയും വേണ്ട. ഒരു താത്താനും കൊക്കാനും ഒട്ടി ജയിക്ക് കൊണ്ടുപോകും വേണ്ട. ബക്കർ പറഞ്ഞാലാണ് ശരിയല്ല കാക്ക. അതല്ല നല്ലത്. താത്താനും കൂത്താനും ഇതേക്ക് കൂട്ടും വേണ്ട. നമ്മൾ ആ താത്താനായിട്ട് അറിയില്ല. ഇങ്ങളെ ഒരു ഉറപ്പിച്ച് വേണ്ട. നമ്മളെ ബാപ്പാന്റെ അക്കായ മുതലുണ്ടെങ്കിലേ അത് മാത്രച്ച് മതി. ഇജ്ജെങ്ങനെ ഹക്കും പാത്തിലേക്ക് നടന്നോ? ഇതുവരെ അല്ലേ താരണോലെന്നുള്ള ഹക്കെ ഞാൻ കൊണ്ടുവരുന്നത്. ഇനി ബക്കറിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിലേ തനിച്ച കാട്ടുപോത്തേക്കാണ് ഞാന്. നല്ല നിലക്ക് ഞങ്ങൾ പറഞ്ഞത് കേട്ട് നിന്നിട്ടില്ലെങ്കില് ഈ ദുന്യാവിൽ തന്നെ ജീവിക്കാൻ വിടൂല. ആരടക്ക് നെട്ടിട്ടുണ്ടത്? ഞാൻ ഈ ദുനിയാവിൽ ഇത്ര കാലം ജീവിച്ചോളാൻ ആർക്കും വാക്ക് കൊടുത്തിട്ടൊന്നുമില്ല. ഇത് ഇന്നെ പേടിപ്പിക്കാൻ നടക്കുക. ഈ ദുനിയാവിൽ പഠിച്ചോനെ മാത്രമേ ഈ വീരാന് പേടിയുള്ളൂ. ഇത് എന്താ വിചാരിച്ചിട്ടുണ്ടത്? ഈ സംഗതിയൊക്കെ വേറെ ആൾക്കാരോട് പറഞ്ഞോ? ഇന്നോട് പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് 2 ഒന്ന് കേൾക്കണോ? ആ താത്താക്ക് മുതല് കൊടുക്കാതെ ഈ മുതലുമോ ഒരു കളി നിങ്ങൾക്ക് നടക്കൂല. ഞാൻ ഒപ്പിട്ടാലല്ലേ നിങ്ങൾക്ക് ഈ മുതലേറ്റ് പോരെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ജീവൻ പോവളത്തിന് മുതലിൽ ഒപ്പിടൂല. എന്റെ മക്കളും ഒപ്പിടൂല. അർഹതപ്പെട്ടവര് കൊടുക്കേണ്ടി വരും. അല്ലാതെ നിങ്ങളെ ഒറ്റയ്ക്ക് മുണങ്ങാച്ചിട്ട് നിൽക്കണ്ട. എന്താ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടത്? അക്കായ മുതലേ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ മുണിഞ്ഞാലേ ഒരു കാലത്തും നിങ്ങൾ ഗുണം മുടിച്ചൂല. നിങ്ങളെ മക്കള് ഗുണം മുടിച്ചൂല.